അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ചു പ്രവാചക കഥയുമായിട്ടാണ്. കഥയുടെ പേര് പ്രവാചകനും അനാഥ ബാലനും. ഒരു പെരുന്നാൾ ദിവസം ഒരു അനാഥ ബാലൻ മറ്റു കുട്ടികളോടൊപ്പം സന്തോഷപൂർവ്വം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം മടങ്ങിപ്പോയി. പള്ളികളിലേക്കും വീടുകളിലേക്കും തനിക്കും അവരെ പോലെ പോകാൻ കഴിയുന്നില്ലല്ലേ എന്നോർത്ത് സങ്കടപ്പെട്ട് കരയുമ്പോഴാണ് നമ്മുടെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ വന്നത്. കരയുന്ന കുട്ടിയെ കണ്ട് നബി തങ്ങൾ നെട്ടി. എന്നീ കുട്ടി ഇവിടെ? അവൻ കുളിച്ചിട്ടില്ല, കീറിയ വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോൻ എന്താ കരയുന്നത്? നീ പള്ളിയിൽ പോകുന്നില്ലേ? കുട്ടി കരഞ്ഞു കണ്ട് പറഞ്ഞു, എനിക്ക് പുതിയ വസ്ത്രങ്ങളില്ല, ഭക്ഷണം തരാനും ആരുമില്ല. അത് കേട്ട് നബി തങ്ങളെ കണ്ണീർ പൊഴിഞ്ഞു. പാവം കുട്ടി, അവൻ മാതാപിതാക്കൾ ഉണ്ടായിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ സ്നേഹപൂർവ്വം വാരിയെടുത്ത് തുരുതുരാ ഉമ്മ വെച്ചു. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യ വിളിച്ചു പറഞ്ഞു, ആയിഷ, ഇന്ന് നമുക്ക് വലിയൊരു അതിഥിയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തു വന്നപ്പോൾ അനാഥ ബാലനാണ് കണ്ടത്. അവനെ കണ്ടത് മനസ്സിന് ആയിഷ റളിയല്ലാഹു അൻഹ പുറത്ത് ഓടിച്ചെന്ന് അവനെ ഉമ്മ വെച്ചു. പിന്നീട് വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കുളിപ്പിച്ച് വസ്ത്രങ്ങൾ അണിയിച്ചു. വസ്ത്രം ധരിച്ച് സുന്ദരനായ കുട്ടിയോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരത്തിന് പോയത്. തിരിച്ചു വന്ന് അവൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചതും ഒരു അനാഥ കുട്ടിയോട് തിരുദൂതർക്കുണ്ടായ സ്നേഹമാണ് നാം കണ്ടത്. അതുപോലെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥ കുട്ടിയോട് പെരുമാറിയിരുന്നത്. നമ്മളും അതുപോലെയാണ് ചെയ്യേണ്ടത്. അനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടികളെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ചു തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ മാതൃകയായി നാം എല്ലാവരും ജീവിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചു കഥ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാണ്. ഞാനിന്നൊരു കഥ പറയട്ടെ. എൻ്റെ കഥയുടെ പേരാണ് മുത്തുനബിയും പെരുങ്കളനും. മുത്തുനബിയുടെ കാലത്ത് ഒരു മഹാനോണിയനും പെരുങ്കളനും ഒരാളുണ്ടായിരുന്നു. മദ്യപാനം, പിടിച്ച് പറി, അടിപിടി, അങ്ങനെ എല്ലാ കളിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കഥ പറയാൻ പോവാണ്. എൻ്റെ കഥയുടെ പേരാണ് മുത്തുനബിയും പെരുങ്കളനും. മുത്തുനബിയുടെ കാലത്ത് ഒരു മഹാനോണിയനും പെരുങ്കളനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു.
അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, നിമ്മൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥ അറിയാമോ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിലൂടെ സഞ്ചരിക്കായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തൻ എന്ന് വിളിച്ചു കളിയാക്കി. പാവം നബി തങ്ങളെല്ലാം പുഞ്ചിരിച്ചു കേട്ടിരുന്നു. ചിലർ കല്ലെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാലിൽ ചോര വരാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാലിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചു, പുന്നാരി നബിയെ, ആ കാണുന്ന മലകൾ അവരുടെ മുകളിൽ നമ്മൾ മറിക്കട്ടെയോ? വേണ്ട ജിബ്രീലെ, അവർ അറിവില്ലാത്ത സമുദക്കാരാണല്ലോ. ഓ, എന്തൊരു സ്വഭാവം! നമുക്കും ഇങ്ങനെയുള്ള സ്വഭാവമാണ് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നല്ല രസമുള്ള കഥയാണ്. ഒരിക്കൽ സൈനബ എന്നൊരു സ്ത്രീ മുത്തുനബി തങ്ങൾക്ക് കുറച്ച് ആട്ടിറച്ചി കൊടുത്തയച്ചു. നബി തങ്ങളും സ്വഹാബാക്കളും അത് കഴിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് നബി തങ്ങൾ, ഇതാരും ഭക്ഷിക്കരുത്, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയപ്പെട്ടു. നബി തങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ പെൺകുട്ടി വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ? ഉണ്ട്. നീ എന്തിനാണ് ഇതിൽ വിഷം കലർത്തിയത്? നബി തങ്ങൾ വീണ്ടും ചോദിച്ചു. താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ താങ്കൾ വിഷമുള്ളത് അറിയും. ശരി ശരി, ഈ ഇറച്ചി കഷ്ണം എന്നോട് പറഞ്ഞു, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. ശരി ശരി, നീ പോയിക്കോ. നബി തങ്ങൾ ആ പെൺകുട്ടിയെ മാപ്പ് കൊടുത്ത് പറഞ്ഞയച്ചു. എങ്ങനെയുണ്ട് നബി തങ്ങളെ സ്വഭാവം? ഞങ്ങളും അത്ര തന്നെ സ്വഭാവക്കാരാവണം. എന്നാൽ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു കഥ പറഞ്ഞാലോ? ഉമ്മയെ വളരെയധികം സ്നേഹിച്ചൊരു മകനായിരുന്നു ഇബ്നു ഷറഫ്. ഒരു ദിവസം ഉമ്മ പറഞ്ഞു മകനോട് പറഞ്ഞു കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ. മകൻ കൊണ്ടുവരുമ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയിരുന്നു. പാവം ഉമ്മ. ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ മകൻ ഉമ്മയുടെ അരികെ തന്നെ നിന്നു. ഉമ്മ പാതിരാത്രിയാണ് എണീച്ചത്.
മകനോട് ചോദിച്ചു, മകനെ, നീ ഇതിനായും ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു? അതെ, ഉമ്മ ഉണർന്നപ്പാട് വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ്. ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുവേ, എൻ്റെ ഈ ഒമ്മന മകനെ നന്നാക്കണമേ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ അധികം സന്തോഷമല്ലേ? എല്ലാവരും പാട്ടും കഥയും പറയുന്ന ഈ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. പണ്ട് ഞാൻ ജനിക്കുന്നതിന് വളരെ പണ്ട് മക്കയിൽ ഒരു കുഞ്ഞു പിറന്നു. പേരെന്താണെന്ന് അറിയുമോ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയുടെ ഉപ്പാരാണെന്ന് അറിയുമോ? അബ്ദുള്ള. ഉമ്മ ആമിന ബീബി. നബി ചെറുപ്പം മുതലേ കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നബിയെ എല്ലാവരും അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത്. ഒരിക്കൽ നബി പറഞ്ഞു, എത്ര കയ്പാണെങ്കിലും നിങ്ങൾ സത്യം മാത്രം പറയുക, കളവ് പറയരുത്. അതുകൊണ്ട് എല്ലാവരും സത്യം മാത്രം പറയുക, കളവ് പറയരുത്. എന്നാൽ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹനിധികളായ വർണ്ണശലഭങ്ങളെ, ഈ മഹനീയമായ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്ക് അലിയാർ അറിയില്ലേ? മുത്തുനബിയുടെ ഓമനപുത്രി ഫാത്തിമ ബീബിയുടെ പ്രിയതമൻ അലി എന്ന് കേട്ടാൽ ഒരു പുലിയാണ് ഓർമ്മ വരിക. തങ്ങൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ വണ്ടി ഓടിച്ച് ഓടിച്ചാടി വരികയാണ്. സ്ഥിരങ്ങായി കയ്യിലൊരു കമ്പി കഷ്ണമുണ്ട്. തങ്ങൾ ഒരു ഇടവഴിയത്തിലും മുന്നിലതാ നിൽക്കുന്നു മല പോലെ ഒരു സാധനം. തങ്ങൾ തല ഉയർത്തി നോക്കി. പേടിപ്പെടുത്തുന്ന മുഖം, ഭയപ്പെടുത്തുന്ന ശരീരപ്രകൃതി. അബ്ദുൽ ബുദ്ധ്, മക്കയിലെ വില്ലാളി വീരൻ, ഗജാപൊക്കിരി. പക്ഷേ അലിയാർ ഭയപ്പെട്ടില്ല. പ്രായത്തിൽ മണിച്ച് വഴിമാറി നടന്നു. അപ്പോൾ അലിക്കുട്ടിയെ തള്ളിത്തായിട്ടു. അലിക്കുട്ടി വീണു. കാൽ മുട്ടുപൊട്ടി ചോരയൊലിച്ചു. എന്തിനാ കാക്ക വഴിമാറിയിട്ട് മെല്ലെ തള്ളിയിട്ടത്? തള്ളിയിട്ടാ നീ എന്താ മൂക്കിൽ കയറ്റുമോ? ബുദ്ധൂസ് ആയിട്ടു. അലിക്കുട്ടി തിരിഞ്ഞു നടന്നു. അപ്പോൾ അലിക്കുട്ടി തിരിഞ്ഞു നടന്നു. ആ സമയം ബുദ്ധൂസ് വാളൂരി അലിക്കുട്ടിയെ വെട്ടി. കയ്യിലുള്ള കമ്പി കഷ്ണം കൊണ്ട് തടഞ്ഞു. അലിക്കുട്ടി വിചാരിച്ചു, എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരും. ആ സമയം അല്ലാഹു അക്ബർ, അയ്യോ ഹാ ഹൂ. ബുദ്ധൂസ് ഒരു വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അത് അഴിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കുടുങ്ങി. അലിക്കുട്ടി തൻ്റെ പാട്ടിന് പോയി. വിവരമറിഞ്ഞ മക്കാ മുശ്രിക്കുകൾ ഓടിയെത്തി. ആ കാഴ്ച കണ്ട് അവർ അന്താളിച്ചു. അലിക്കുട്ടിയെ കൊല്ലാനിറങ്ങിയ നമ്മുടെ വില്ലാളി വീരനിത അനങ്ങാനാവാതെ കിടന്നു മോങ്ങുന്നു. എന്ത് പറ്റി? അയ്യോ ഹാ ഊ അലി, ഇതൊന്ന് ഊരിത്തരൂ, ഞാൻ ഇപ്പോ ചാകുവേ. നിങ്ങൾ അലിക്കുട്ടിയെ സമീപിക്കൂ. അലിക്കല്ലാതെ ഈ കുരുക്ക് അയച്ചു മാറ്റാൻ പറ്റില്ല. നാണമുള്ളവർ ആ പണിക്ക് നിൽക്കോ കൂട്ടരെ. ഇത്തിരി പോന്ന അലിയുടെ കാൽ പിടിക്കലല്ലേ അത്.
എന്നാലും നാണത്തോടെ അവർ അലിക്കുട്ടിയെ സമീപിച്ചു. മേലിൽ അലിയെ ഉപദ്രവിക്കലെന്ന് ബുദ്ധൂസ് ആനയിട്ടു. ആ സമയം ബുദ്ധൂസിന്റെ ഒരു ആക്രോശം മാത്രം കേട്ടു. ഹാ! വലയം അലി റളിയല്ലാഹുവിന്റെ കൈ. ലജ്ജാകരത്തോടെ അവർ നടന്നു നീങ്ങി. ഞാൻ പറഞ്ഞ കഥയിലെ ഗുണപാഠം എന്തെന്ന് മനസ്സിലായോ? നാം വലുതാണേലും ആരെയും ചെറുതായി കാണരുത്. അങ്ങനെ കണ്ടാലുള്ള അവസ്ഥയാണ് ഇത്. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടില്ലേ? എന്നാൽ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥ എന്നറിയാമോ? നമ്മുടെ മുത്തുനബി കഥയാണ്. ഒരു കൊച്ചു കഥ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. ഒരു ദിവസം നബി തങ്ങൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ നബിയെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. ഭ്രാന്ത് നിന്നുവരെ നബി തങ്ങളെ വിളിച്ചു കളിയാക്കി. പാവം നബി തങ്ങൾ എല്ലാം പുഞ്ചിരിച്ചു കൊണ്ട് കേട്ടു നിന്നു. അപ്പോൾ ചിലർ നബിയെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. നബിയുടെ കാലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, പുന്നാര നബിയെ, ഈ കാണുന്ന വലിയ മലകൾ അവർക്ക് മുകളിൽ മറിക്കട്ടെയോ? അപ്പോൾ മുത്തുനബി പറഞ്ഞു, മറുപടി എന്താണെന്നറിയാമോ കൂട്ടുകാരെ? മുത്തുനബി പറഞ്ഞു, വേണ്ട ജിബ്രീലെ, അവർ അറിവില്ലാത്ത സമുദായക്കാരാണ്. ഹായ്, എന്തോ നല്ല സ്വഭാവമാണ് നമ്മുടെ മുത്തുനബിയുടെ. അല്ല കൂട്ടുകാരെ, നമുക്ക് അങ്ങനെയുള്ള സ്വഭാവമാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നാൽ ഞാൻ പോട്ടെ. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് മുത്തുനബിയും പെരും കള്ളനും. മുത്തുനബിയുടെ കാലത്ത് മഹാനുണയനും പെരും കള്ളനുമായ ഒരാളുണ്ടായിരുന്നു. മദ്യപാനം, പിടിച്ചുപറി, അടിപിടി മുതലായ എല്ലാ ദുശീലങ്ങളും അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ മദീനയിൽ നബിയെ സന്ദർശിക്കാൻ ആളുകളെത്തി. ആ കൂട്ടത്തിൽ അയാളുമുണ്ടായിരുന്നു. അയാളെ മനസ്സിലാക്കിയ നബി തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു, മകനെ, നിന്റെ ദുശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുവാൻ നീ തയ്യാറാണോ? നബി തങ്ങൾ പറയുകയല്ലേ. അയാളത് സമ്മതിച്ചു. ശരി, എങ്കിൽ നീ ഇന്നു മുതൽ കളവ് പറയാൻ പാടില്ല. അത് കേട്ട അയാൾക്ക് ആശ്വാസമായി. ഭാഗ്യം, മോഷണവും പിടിച്ചുപറിയും നിർത്താൻ പറഞ്ഞില്ലല്ലോ. എന്നൊരിക്കലും നുണ പറയില്ലെന്ന് അയാൾ നബി തങ്ങളോട് സത്യം ചെയ്തു. അതോടെ അയാൾക്ക് പ്രശ്നമായി. നബി തങ്ങളുടെ അടുത്ത് നിന്ന് വരുന്ന വഴിയിൽ ഒരു വലിയ ഈന്തപ്പനത്തോട്ടം കണ്ടു. ഹായ്, പഴുത്ത പാകമായ ഈന്തപ്പഴങ്ങൾ, നല്ല കോളടിച്ചത് തന്നെ. ഇന്ന് രാത്രി എല്ലാം അടിച്ചു മാറ്റണം. അങ്ങനെ തീരുമാനിച്ചാണ് അയാൾ അവിടെ നിന്ന് നടന്നത്. നബി തങ്ങൾ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ പെട്ടെന്നുയർന്നു വന്ന മറ്റൊരു ചിന്ത ആ മനസ്സിനെ അസ്വസ്ഥമാക്കി. നാളെ ആരെങ്കിലും ചോദിച്ചാലോ? മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, കള്ളമാകുമല്ലോ. കള്ളം പറഞ്ഞാൽ നബി തങ്ങൾ ശപിക്കും. സത്യം പറഞ്ഞാലോ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. മോഷ്ടിക്കണോ വേണ്ടയോ? അയാൾ ധർമ്മസങ്കടത്തിലായി. അയാൾ കുറേ ആലോചിച്ചു. ഒടുവിൽ മോഷ്ടിക്കണ്ട എന്ന് തീരുമാനിച്ചു. അതോടെ മോഷണം എന്നേക്കുമായി ഉപേക്ഷിച്ചു. മറ്റു ദുശീലങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാ സ്ഥിതി. അങ്ങനെ കള്ളം പറയില്ലെന്ന് ഒരൊറ്റ തീരുമാനം കൊണ്ട് എല്ലാ ദുശീലങ്ങളും മാറി. പിന്നീട് അധ്വാനിച്ചും നല്ലയാളായി ജീവിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, കള്ളം പറയില്ലെന്ന് ഒരൊറ്റ തീരുമാനം കൊണ്ട് എല്ലാ ദുശീലങ്ങളും മാറിയ പെരും കള്ളൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതുപോലെ നമുക്കും കള്ളം പറയില്ല എന്ന തീരുമാനം എടുത്തുകൂടെ? അസ്സലാമു അലൈക്കും. ബഹുമാനരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനും ഒരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ
നബി തങ്ങളും സഹാബികളും ഒരു സദസ്സിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി. ഇത് കണ്ട പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റുന്നത്? അതൊരു ജൂത മനുഷ്യന്റെ മയ്യത്തല്ലേ? ഇത് കേട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതനാണെങ്കിലും അയാളും ഒരു മനുഷ്യനല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാനസിക മൂല്യങ്ങൾക്ക് ഏറ്റവും വില നൽകിയ ആളായിരുന്നു നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നബിദിന ആശംസകൾ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ചിലർ നബിയെ കളിയാക്കാനും ഭ്രാന്തനെന്ന് വിളിക്കാനും തുടങ്ങി. അപ്പോൾ ചിലർ നബി തങ്ങളുടെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. നബിയുടെ കാലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, മുത്ത് നബിയെ, ഞാൻ ഈ കാണുന്ന മലകളെ ഇവരുടെ മുകളിലേക്ക് മറിക്കട്ടെ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട ജിബ്രീലെ, അവർ അറിവില്ലാത്ത സമയക്കാരാണ്. എന്ത് നല്ല മനസ്സ് നമ്മളെ മുത്ത് നബിയുടെ. ഞാൻ ഈ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ വക ഞാനൊരു കഥ പറയാം. ഭക്ഷണം കാര്യട്ടോ, ആരും മാറ്റി കാണിക്കണ്ട. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയും സ്വഹാബികളും ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടത്തേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നു. അവരുടെ പരാതി സന്തോഷമായിരുന്നു. നബിയോട് ചൊല്ലിയവർ അവർ ചൊല്ലി, നബിയെ, എത്ര ഭക്ഷണം തിന്നിട്ട് വയറ് നിറയുന്നില്ല നബിയെ. നബി ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാണോ അതോ കൂട്ടമായിരുന്നാണോ തിന്നൽ? അവർ ചൊല്ലി, ഞങ്ങൾ ഒറ്റയ്ക്കിരുന്നാണ് കഴിക്കുക, അത് തന്നെയാണ് പ്രശ്നം. നബി പറഞ്ഞു, നിങ്ങൾ കൂട്ടമായിരുന്നു ഭക്ഷണം നോക്കൂ, അത് മാത്രമല്ല ബിസ്മിയും ചൊല്ലണം, എന്നാൽ വിശപ്പും മാറും. എന്താ കൂട്ടുകാരൻ, ഞങ്ങൾ അങ്ങനെയല്ലേ? അങ്ങനെ പാടില്ല. കൂട്ടമായിരുന്ന് ബിസ്മിയും ചൊല്ലി തിന്നണം. കൂട്ടുകാരെ, ഇത് കൊച്ചു കഥ തീർത്തട്ടെ. അസ്സലാമു അലൈക്കും.